ശബരിമല യുവതീ പ്രവേശനം അതിന്മേലുള്ള സുപ്രീം കോടതിയുടെ വിധി അത് വീണ്ടും കേരള സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കീറാമുട്ടിയായിട്ട് അവശേഷിക്കുകയാണ്. അതിൽ ഇന്ന് കേരള സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ, മുതിർന്ന അഭിഭാഷകൻ, അദ്ദേഹം പറഞ്ഞത്, സുപ്രീം കോടതി പറഞ്ഞത്, സോഫാർ ഞങ്ങൾ, അതായത് ഇതേവരെ ഞങ്ങൾ ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചതേ ഉള്ളൂ, വിധിക്ക് അനുകൂലിച്ചതേ ഉള്ളൂ, ഈ വിധിയെ റിവ്യൂ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു താല്പര്യം ഞങ്ങൾക്കില്ല. ആ രീതിയിലുള്ള അഫിഡവിറ്റ് കേരള ഗവൺമെൻറ് കൊടുത്തതും. അപ്പോൾ അതിലെ റിവ്യൂ ഉള്ളത് കൊണ്ട് ഇങ്ങനെ കിടക്കുക എന്നുള്ളേ ഉള്ളൂ. എന്നും പറഞ്ഞാൽ ആ ഉത്തരവിന് പ്രാബല്യം ഇല്ല ഒന്നും ഇരിക്കുന്നില്ല. ആ ഉത്തരവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഉത്തരവുണ്ടെങ്കിൽ പോലും സർക്കാരോ ആരും തന്നെ ശ്രമിക്കുന്നില്ല, യുവതികളെ അവിടെ പ്രവേശിപ്പിക്കാൻ ഇപ്പം നോക്കുന്നുമില്ല. ആദ്യത്തെ ദിവസമൊക്കെ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി കൊണ്ടുവന്ന് അവിടെ ഒന്ന് രണ്ടെണ്ണത്തിനെ അവിടെ കൊണ്ട് കയറ്റി വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിൽ UDF പണ്ടും എതിർത്തതാണ്. അതായത് യുവതീ പ്രവേശനം എന്ന് പറയുന്ന ഈ ആചാര ലംഘനമാണ്, അത് ശരിയല്ല എന്ന് പറഞ്ഞ് അവർ ധർണയൊക്കെ നടത്തി അവർ സമരം വരെ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഇപ്പം നിർബന്ധമായിട്ടൊരു അവസ്ഥ വന്നേക്കാണ്. ഇപ്പോൾ പറയണം, ഈ യുവതീ പ്രവേശത്തെ അവർ അനുകൂലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അങ്ങനെ പറയുകയാണ്. ഇപ്പോൾ നവോത്ഥാന പിന്നെ ഈ എന്തോന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഗവൺമെൻറ് നവോത്ഥാനത്തിന് വേണ്ടി. അതിൻ്റെ നായകൻ, അതിൻ്റെ ചെയർമാനായിട്ട് തീരുമാനിച്ച് വെച്ചേക്കുന്ന ആൾ വെള്ളാപ്പള്ളി നടേശനാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നവോത്ഥാനം പറയുന്നത് ഞാൻ കേട്ടു. അതായത് അവിടെ ഈ ആചാര ലംഘനമൊന്നും പാടില്ല, യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് SNDP എതിരാണെന്ന് പറഞ്ഞു. ശരിയാണ്. കാരണം അവിടെ ഒരു അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു ആചാര ലംഘനമാണത്. ആ ആചാരങ്ങളെ പാലിക്കേണ്ടതാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഇതിനകത്ത് ഒരു 7 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ചോദിച്ചിട്ട് അത് തീരുമാനിക്കാനായിട്ട് ഒരു 9 അംഗ ബെഞ്ച്, അത് വളരെ റെയറായിട്ടേ വരാറുള്ളൂ, 9 അംഗ ബെഞ്ച്. ആ 9 അംഗ ബെഞ്ചിനെ ഭരണഘടനാ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാണ് ഈ വിധി പുനഃപരിശോധിച്ച് നോക്കാൻ. അതായത് ഈ ക്വസ്റ്റ്യനൊക്കെ, അതായത് ഈ ആചാര ലംഘനം അത് ഈ ആർട്ടിക്കിൾ 25 ആർട്ടിക്കിൾ 40 പരിധിയിൽ വരുമോ തുടങ്ങിയുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിനകത്ത്. ആ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്താലേ മാർഗമുള്ളൂ. ഇപ്പോൾ ഗവൺമെൻറ് നേരത്തെ കൊടുത്തേക്കുന്ന അഫിഡവിറ്റ് എന്ന് പറയുന്നത് ഈ യുവതീ പ്രവേശനത്തിന് അനുകൂലമാണ്, സുപ്രീം കോടതിയുടെ ഉത്തരവിൽ അത് റിവ്യൂ ചെയ്യുന്നതിന് ഞങ്ങൾക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് എഴുതി കൊടുത്തേക്കുന്നത്. ഇത് കഴിഞ്ഞ് കൈപൊള്ളിയെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഇവിടെ വലിയ മാമാങ്കം, ആഗോള അയ്യപ്പ സംഗമമൊക്കെ നടത്തി അതിൽ നിന്ന് പണമൊക്കെ അടിച്ചത് കേട്ടോ. ഇത് കാരണം ഇത് ആളുകളെ പ്രീണിപ്പിക്കുക, അയ്യപ്പ ഭക്തന്മാരെ പ്രീണിപ്പിക്കാൻ ചെയ്ത പണിയാണ്. പക്ഷേ അതും ഓടിയില്ല, അത് പ്രശ്നത്തിലേക്കാണ് പോയി, വീണ്ടും കുഴപ്പമായി. ഏതായാലും അത് ആഗോള അയ്യപ്പ സംഗമം നടത്തിയതോടുകൂടി അതിൻ്റെ പുറത്ത് ഉള്ള കാര്യങ്ങളിൽ നിന്നാണ് അവസാനം ആ ശബരിമല സ്വർണ്ണ കൊള്ളയിലേക്കുള്ള അന്വേഷണം പോയതും ഏതാണ്ട് 2-3 സഖാക്കൾ കുറേ നാൾ കടന്ന് ഈ ഉണ്ട തിന്നതും ഇപ്പോൾ ഒരാൾ ഇപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അകത്ത് സസുഖം വാഴുകയാണ്, പത്മകുമാർ, അങ്ങനെയുള്ള ആൾ ഇപ്പോഴും കിടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായത് ഇതിനെ തുടർന്നാണ്. ഇപ്പോൾ ഇനി ഇവർക്ക് ആവശ്യം എന്താണ്, സർക്കാരിൻ്റെ സ്റ്റാൻഡ് എന്താണെന്ന് മാർച്ച് 14 മുമ്പ് എഴുതി കൊടുക്കണം. അതാണ് പ്രശ്നം. ഇലക്ഷൻ വരുന്ന എന്തായാലും ഏപ്രിൽ പകുതി കഴിഞ്ഞേ വരുള്ളൂ. അപ്പോൾ ഏപ്രിൽ 7 മുതൽ കേസ് വാദം കേൾക്കും. അതിനു മുമ്പ് ഇതിനെ സംബന്ധിച്ച് ഇതിലെ കക്ഷികളെല്ലാം റിട്ടേൺ സബ്മിഷൻസ് സുപ്രീം കോടതി കൊടുക്കണം എന്നുള്ളതാണ്. അവർക്കിത് റിവ്യൂ ചെയ്യണോ വേണ്ടയോ, എന്താണ് ഇതിൽ അവരുടെ സ്റ്റാൻഡ് എന്നുള്ളത് വെളിവാക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഒരു അമിക്കസ് ക്യൂറിയായിട്ട് പരമേശ്വരൻ എന്ന് പറഞ്ഞ മലയാളിയാണ് അദ്ദേഹം. യഥാർത്ഥ എനിക്ക് തോന്നുന്നത് അദ്ദേഹം മധ്യപ്രദേശിൽ അല്ല യു പിയിൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലോ അതുപോലെ ഏതോ ഒരു പോസ്റ്റ്, സോളിസിറ്റർ ജനറലോ എന്തോ പോസ്റ്റിലിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരാളെ, ഒരു മുതിർന്ന അഭിഭാഷകനാണ് അദ്ദേഹം, അതായത് സീനിയർ അഡ്വക്കേറ്റാണ്. അദ്ദേഹത്തിനെ ഇതിന് അമിക്കസ് ക്യൂറിയായിട്ട് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇത് 7 മുതൽ ഏപ്രിൽ 7 മുതൽ അത് വാദം കേൾക്കും. ഏപ്രിൽ 22 വാദം അവസാനിപ്പിക്കണം. അങ്ങനെ ഒരു ഡെഡ് ലൈൻ തന്നെ കൊടുത്താണ് അത് ഷെഡ്യൂൾ ചെയ്തേക്കുന്ന കേസ്.
കാരണം 9 ജഡ്ജിമാർ ഇരിക്കേണ്ടതാണ് മനക്ക്. അത് അങ്ങനെ അതിൽ കൂടി ഇരിക്കാൻ പറ്റുകയില്ല ഈ കാര്യത്തിനൊന്നും. ഇത് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ അധികപ്പറ്റാണ്. ഏതായാലും ശരി, അങ്ങനെ ഒരു തീരുമാനം ഇത് എടുക്കും, അത് തീരും. അപ്പോൾ അതിനു മുമ്പ് മാർച്ച് 14 മുമ്പ് ഇത് അവിടെ എഴുതി കൊടുക്കണം എന്തു വേണമെന്ന്. ഇനി അന്നേരമാണ് ഇപ്പം വയലറ്റടി തുടങ്ങി. എന്തോ എഴുതും? ഇവർ നവോത്ഥാനമല്ലേ, അപ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കേണ്ടെന്ന് പറയുമോ? അതോ പ്രവേശിപ്പിക്കാൻ പറയുമോ? അതോ നേരത്തെയുള്ള അഫിഡവിറ്റ് അവർ ഇനി തിരുത്തി കൊടുക്കുമോ? ആ അഫിഡവിറ്റ് തിരുത്തി കൊടുക്കണം എന്ന് ഇന്ന് വി ഡി സതീശനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. NSSൻ്റെ സുകുമാരൻ നായരും പറയുന്നത് അത് അഫിഡവിറ്റ് തിരുത്തി കൊടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ പ്രതീക്ഷ എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോൾ ആ പ്രതീക്ഷ ഇല്ലാതാക്കിയാൽ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതായാലും ശരി, ഏതാണ്ട് വാലിട്ടടി തുടങ്ങി. ഇപ്പോൾ എന്ത് തീരുമാനിക്കണം എന്നറിയാൻ വയ്യാതെ ഇങ്ങനെ ഇരിക്കുക. ഇന്ന് അത് നമ്മുടെ ശ്രീ രാജീവ് നമ്മുടെ മന്ത്രി രാജീവിൻ്റെ അടുത്ത് രാജീവ് ഒരു പത്രസമ്മേളനം നടത്തി ഇതിനെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നു. പക്ഷേ രാജീവ് ഈ ചോദ്യത്തിനൊന്നും ഉത്തരം കൊടുക്കാതെ രാജീവിൻ്റെ ശൈലി ഉണ്ടല്ലോ, ആ രീതിയിൽ ഏതായാലും ആത്മനിഷ്ഠ ഘടകവും ഒക്കെ പറഞ്ഞ് ഏതായാലും അങ്ങനെ ഉള്ള രീതിയിൽ ഇതങ്ങ് കൈകാര്യം ചെയ്തു. പത്രക്കാരൊക്കെ ചോദിച്ചപ്പോൾ അത് ഇങ്ങനെ വിധി ഉണ്ടായിപ്പോയത് കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഇനി അങ്ങനെ പറയുന്നത്, അതിനി പറയാൻ ഞങ്ങൾക്ക് സമയമുണ്ടല്ലോ, ഏതിനെക്കുറിച്ച് എങ്ങനെ പറയണമെന്നൊക്കെ ആലോചിച്ച് തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞ് അഴകുഴമ്പ് വളരെ കഷ്ടപ്പെടുന്ന കാഴ്ച കണ്ടു കേട്ടോ. അത് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് പത്രക്കാരുടെ ചോദ്യങ്ങളും എല്ലാം അവോയ്ഡ് ചെയ്ത് ആ സ്റ്റാൻഡ് വെളിവാക്കില്ല എന്താണെന്ന്. അതിനി നമ്മൾ പാഴൂർ പഠിക്കലെങ്ങാനും പോയി ജ്യോത്സ്യം വെച്ചാൽ ഇവരെന്ത് സ്റ്റാൻഡാണ് എടുക്കുന്നതെന്ന് ഈ എഴുതി കൊടുക്കുന്നവരെ നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയും മതി, ബാക്കി നമുക്ക് അറിഞ്ഞുകൂടാ.